ഒന്ന് പോടൂ. ഞാനങ്ങനെ കാശ് വെച്ചാണോ ആൾക്കാരെ അളക്കുന്നത്? നീ അങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? സീതയ്ക്ക് ദേഷ്യം തോന്നി. ഞാൻ ചോദിച്ചു എന്നല്ലേ ഉള്ളൂ അമ്മേ. ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഞാനൊരു സാമ്പത്തികം കുറഞ്ഞ വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ അമ്മ എതിര് നിൽക്കുമോ? നിനക്കെന്താ അടുത്ത സമയത്തായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു സംശയം? നിനക്കാരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഉണ്ടോടാ? പെട്ടെന്ന് സീതയുടെ ചോദ്യത്തിൽ ഒന്ന് പതറി എങ്കിലും അവനൊരു കുസൃതി ചിരിച്ചു. ഇല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളമാകും. പക്ഷേ ആരാണെന്നിപ്പോൾ അമ്മ ചോദിക്കരുത്. ഞാനിപ്പോൾ പറയില്ല. സത്യമാണോ മധു നീ പറയുന്നത്? സീതയ്ക്ക് അത്ഭുതം തോന്നി. അതെ അമ്മേ, ഒരാളുണ്ട്. നമ്മുടെ അത്രയും പണമൊന്നുമില്ല, പക്ഷെ നല്ല മനസ്സാണ്. എന്നെ വലിയ ഇഷ്ടമാണ്. അമ്മയെ പോലെ ഇഷ്ടമാണ്. ഒരു കള്ളച്ചിരിയോടെ സീത മകൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ അമ്മ സ്നേഹിക്കുന്ന പോലെയൊന്നും അവൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല. കപട ദേഷ്യത്തോടെ സീത പറഞ്ഞു. സമ്മതിച്ചു, അമ്മയെ പോലെ സ്നേഹിക്കാൻ പറ്റില്ല, എങ്കിലും അതിൻ്റെ അടുത്തൊക്കെ വരും. മകൻ്റെ വാക്കുകൾ കേട്ട് അവർ പൊട്ടിച്ചിരിച്ചു. അതൊക്കെ പോട്ടെ, ഈ നാട്ടിലാണോ അതോ പാലക്കാടാണോ? ഞാൻ അങ്ങനെ നിങ്ങളുടെ കൺവേട്ടത്ത് നിന്ന് മാറി എന്തെങ്കിലും അതിക്രമം കാണിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഈ നാട്ടിൽ തന്നെ. കൃഷ്ണപ്രിയാണോടാ? അമ്മേ, അമ്മയ്ക്ക് എങ്ങനെ? മാധവ് അത്ഭുതമുറി. അമ്മയ്ക്കല്ലേ മക്കളുടെ മനസ്സറിയൂ. അവളെ പലവട്ടം കണ്ടപ്പോഴും നിന്റെ മുഖത്ത് വന്ന ഭാവങ്ങളൊക്കെ ഞാൻ കണ്ടതാ. എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവളുടെ കാര്യം ചോദിച്ചപ്പോൾ നിന്റെ മുഖത്ത് വന്ന ചിരി, അതിലും എനിക്ക് മനസ്സിലാകുമല്ലോ. അമ്മ ഇപ്പോൾ ഇത് ഏട്ടനോട് പറയണ്ട. ഇപ്പം ഞാൻ പറയില്ല. നല്ല കുട്ടിയാണ് അവൾ, നിനക്ക് നല്ല ചേർച്ചയാ. എങ്കിലും ആ കുട്ടി എങ്ങനെയാ നിന്നോട്? അതല്ലേ രസം. കുട്ടിക്കാലം മുതലേ അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു അത്രേ. അതിന് പിന്നിലൊരു കഥയുണ്ട്. കഥയോ? പറയാം. കാലുകൾ രണ്ടും കിച്ചൺ സ്ലാബിന് മുകളിലേക്ക് കയറ്റി വെച്ച് കഥ പറയാനുള്ള തയ്യാറെടുപ്പിലായി മാധവ്. എന്നിട്ട് കൃഷ്ണപ്രിയ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അവൻ അമ്മയോട് പറഞ്ഞു. അതോടൊപ്പം തന്നോട് ഓഫീസിൽ കാവ്യ വന്ന് ചോദിച്ച കാര്യവും കൃഷ്ണപ്രിയെ വിരട്ടി ഇഷ്ടമാണെന്ന് പറയിപ്പിച്ച കാര്യവും. അമ്പട കള്ള, നീ ആള് കൊള്ളാലോ. സീതയ്ക്ക് അത്ഭുതം തോന്നി. അവർക്ക് എന്തോ പേടിയുണ്ട്, ഞാൻ പറ്റിച്ച് കടന്നു കളയുന്ന ആളായിരിക്കുമെന്ന് എന്നാണ് ചിരിയോടെ മാധവ് പറഞ്ഞു. അതെൻ്റെ മോനെ അവർക്ക് അറിയാഞ്ഞിട്ടാണ്. സ്വാഭാവികമായിട്ടും അവർക്കൊരു പേടി വരും. ഇനിയിപ്പോൾ കൃഷ്ണപ്രിയയോട് ഞാൻ ധൈര്യത്തോടെ പറഞ്ഞോട്ടെ? അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന്. എൻ്റെ അമ്മയ്ക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു. എൻ്റെ മോൻ ഇഷ്ടപ്പെടുന്നത് എന്തും അമ്മയ്ക്ക് ഇഷ്ടാകും. ഹാവു, പകുതി ആശ്വാസമായി. മാധവ് ശ്വാസം വലിച്ചു വിട്ടു. ഇനി ഏട്ടനെ ഒന്ന് വരുതിയിലാക്കണം. അതാ ഞാൻ പറഞ്ഞത്, കാവ്യയുടെ കാര്യം. ഓഹോ, നീ അപ്പം രണ്ടും കൽപ്പിച്ചാണ്. അവരൊക്കെ പാവല്ലേ അമ്മേ? അതെ മോനെ, അമ്മയ്ക്ക് അവരോടൊക്കെ വല്ലാത്ത കടപ്പാടുണ്ട്. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ 26 വയസ്സെന്ന് പറയുമ്പോഴും ഉണ്ടല്ലോ മോനെ, അവർ തമ്മിൽ ഒരുപാട് വയസ്സിന് അന്തരം. നമ്മൾ അവരെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന പോലെ അവർക്ക് തോന്നിയാലോ? ആ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മുന്നോട്ട് ചിന്തിച്ചാൽ മതിയല്ലോ. ഞാൻ അങ്ങനെയാ ചോദിക്കുക. ഞാൻ ചോദിച്ചാൽ ശരിയാകുമോ അമ്മേ? അമ്മ ചോദിച്ചാൽ ചേട്ടൻ്റെ മനസ്സ് ഞാൻ അറിഞ്ഞോളാം. ഞാൻ സാവിത്രിയോട് ചോദിക്കാം. വേണ്ട, ഇപ്പോൾ മറ്റാരും അറിയണ്ട. ആ കുട്ടിയോട് ചോദിച്ചാൽ മതി. കാവ്യ ഞാനിപ്പോൾ എങ്ങനെയാ കാണുന്നത്? ഒരു കാര്യം ചെയ്യാം, കൃഷ്ണപ്രിയയോട് പറയാം. ഓഹോ, അപ്പം പറച്ചിലൊക്കെ ഉണ്ട് അമ്മേ. കൊച്ചു കുട്ടികളെ പോലെ അവൻ കൊഞ്ചി. അപ്പോൾ സീതയ്ക്ക് ചിരി വന്നിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് കൃഷ്ണപ്രിയയോട് ഞാൻ പറയാം, ചേച്ചിയും കൂട്ടി അമ്പലത്തിൽ വരാൻ. അമ്മയും കൂടി അമ്പലത്തിൽ ചെന്നാൽ മതി. എന്നിട്ടൊന്ന് ചോദിച്ചു നോക്കൂ, നമ്മുടെ ഏട്ടനെ ഇഷ്ടപ്പെടാൻ പറ്റുമോന്ന്. എൻ്റെ മഹിയേട്ടനെ ആർക്കാ ഇഷ്ടാവാതെയുള്ളത്? ഇപ്പോൾ ഏട്ടൻ സമ്മതിച്ചില്ലെങ്കിലും കൃഷ്ണപ്രിയയെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ വാക്കു കൊടുത്തുപോയി. അതിനു മുമ്പ് ഏട്ടൻ ഒരു ജീവിതമാകണം, അല്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. തൻ്റെ മകനെ പറ്റി ഓർത്തപ്പോൾ സീതയ്ക്ക് അഭിമാനം തോന്നിയിരുന്നു. അവൻ്റെ മുടിയിൽ വാത്സല്യപൂർവ്വം അവരൊന്ന് തഴുകി. മുറിയിലേക്ക് ചെന്നപ്പോൾ മാധവ് ഫോണെടുത്ത് ആദ്യം കൃഷ്ണപ്രിയയാണ് വിളിച്ചത്. അപ്പം തന്നെ ഫോൺ കട്ടാക്കിയിരുന്നു. കൃഷ്ണപ്രിയയുടെ അടുത്ത് അമ്മയുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഈ സന്തോഷത്തിൽ അവളുടെ സ്വരം കേൾക്കണം. അർജൻറ്റാണ്, ഫോൺ എടുത്തേ പറ്റൂ. ആ മെസ്സേജ് കണ്ട ഉടനെ തന്നെ റിപ്ലൈ വന്നു. അമ്മ അടുത്ത് കിടപ്പുണ്ട്, എന്താണെങ്കിലും എനിക്ക് സംസാരിക്കണം. പെട്ടെന്ന് അവൻ വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തിരുന്നു. പതിഞ്ഞ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൻ്റെ നിമിഷം ചിരി വന്നു. അടക്കി പിടിച്ചാണ് സംസാരം. എന്താ മധുവേട്ടാ, അമ്മ അടുത്ത് കിടപ്പുണ്ട്. നാളെ ഞാൻ രാവിലെ നിന്നെ കാണാൻ വരും. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ചേച്ചിയും അമ്മയൊക്കെ എപ്പോഴാണ് പോകുന്നത്? ആ സമയത്ത് നീ എനിക്കൊരു മിസ് കോൾ അടിക്കണം.
ഞാൻ രാവിലെ മുതൽ ഹോസ്പിറ്റലിൽ അടുത്തുണ്ടാവും. എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ വരാം. ഒറ്റ ശ്വാസത്തിൽ അവൻ പറഞ്ഞു. എന്താ പറഞ്ഞു? അങ്ങനെ പറയാൻ പറ്റില്ല, അത് നേരിൽ പറയേണ്ട കാര്യമായതുകൊണ്ടല്ലേ. ശരി, ഞാൻ രാവിലെ വിളിക്കാം. ഓക്കെ. പിന്നെ ഉമ്മ. കുറച്ച് സമയം കഴിഞ്ഞ് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവളൊന്ന് അന്തിച്ചു പോയിരുന്നു. ആദ്യമായാണ് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഫോൺ കട്ട് ചെയ്തിട്ടും അവൻ പറഞ്ഞ വാക്കുകളായിരുന്നു മനസ്സിൽ നിറയെ. കാലത്ത് തന്നെ ഒരുങ്ങിയിറങ്ങുന്ന മാധവനെ കണ്ടപ്പോൾ മഹിയാണ് തിരക്കിയത്. നീ എവിടേക്കാണ്? അത് പിന്നെ എനിക്ക് ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്, അങ്ങോട്ട് പോവാ. അവനൊന്ന് പരുങ്ങി. ഈ 6 മണി സമയത്തോ? അതെ, അവന് തിരക്കുണ്ടതാ. ഏട്ടനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താടാ? ഇന്നലെ ഹരി പറഞ്ഞ കാര്യത്തെപ്പറ്റി എന്താ ചേട്ടൻ്റെ അഭിപ്രായം? എന്ത് കാര്യം? കല്യാണക്കാര്യം. വേറെ ഒന്നും നിനക്ക് ചോദിക്കാനില്ലേ? ഇല്ല ഏട്ടാ. ഏട്ടൻ ആരെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്? തൽക്കാലം ഞാൻ ആരെയും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം. അപ്പോൾ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എൻ്റെ മാധവേ, നീ വക്കീൽ പണി നിർത്തി ദല്ലാള് പണി തുടങ്ങിയോ? ഏട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് ഒരു ദല്ലാള് പണിയാണെങ്കിൽ അങ്ങനെ ഒരു പണി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. നിനക്കെന്താ മാധവ്? ഏട്ടൻ അത്രമാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഇപ്പോഴും കിട്ടും നല്ല പെൺപിള്ളേരെ. പിന്നെ ചെന്നാ മതി, എടുത്തു വച്ചിരിക്കുന്നു. ഏട്ടാ, നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയ ആ പെൺകുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ വിവാഹത്തിന് സമ്മതാണോ? അതൊക്കെ അപ്പം ആലോചിച്ചാൽ പോരെ മാധവേ? പോരെ, ഇപ്പം തന്നെ ആലോചിക്കണം. അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി പണക്കാര് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? എന്തൊക്കെയാണടാ ചോദിക്കുന്നത്? എന്ന് വെച്ചാൽ ആ പെൺകുട്ടിക്ക് ഒരുപാട് സമ്പത്തൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടോയെന്ന്. അങ്ങനെ സമ്പത്ത് നോക്കിയല്ലല്ലോ നമ്മൾ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നത്. അപ്പം അല്പം പണം കുറവുള്ള വീട്ടിലെ കുട്ടിയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. നീ നിന്റെ കാര്യം നോക്കി പോകാൻ നോക്കും മാധവേ. അതും പറഞ്ഞ അയാൾ അകത്തേക്ക് കയറിയപ്പോൾ പകുതി ആശ്വാസമായതുപോലെ ആയിരുന്നു മാധവ് പുറത്തേക്ക് ഇറങ്ങിയത്. കാവ്യയോട് തൻ്റെ മനസ്സിലുള്ള കാര്യം ചോദിക്കണമെന്നും അവൻ മനസ്സിലുറപ്പിച്ചു. ഹോസ്പിറ്റലിൽ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ കൃഷ്ണപ്രിയയെ വിളിച്ചിരുന്നു. എന്താ മധുവേട്ടാ, അമ്മ വീട്ടിലേക്ക് പോയി, കാവ്യ ചേച്ചി വന്നിട്ടില്ല. ഇനി രണ്ടുപേരും കൂടെ വരൂ. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. മുറിക്കകത്തേക്ക് മാധവ് കടന്നു വന്നപ്പോൾ അവൾ കാര്യമറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ മധുവേട്ടാ? ഞാൻ ഇന്നലെ നമ്മുടെ കാര്യം അമ്മയോട് പറഞ്ഞു. അവൻ വേദന തോന്നുന്ന രീതിയിൽ പറഞ്ഞു. എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു? അവൻ ആവശ്യത്തിൽ കൂടുതൽ മുഖത്തെ ആ ഭാവം വിഷാദമാക്കി മാറ്റി. ഒരു നിമിഷം കൃഷ്ണപ്രിയയ്ക്ക് ഭയം തോന്നി. സീതമ്മ വഴക്കു പറഞ്ഞോ? അവൻ തലയാട്ടിയപ്പോൾ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു തുളുമ്പിയിരുന്നു. നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിളിക്കാം അമ്മേ. വഴക്കു പറഞ്ഞാലോ? വഴക്കു പറഞ്ഞാലും കേൾക്കണം. സീതമ്മ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ? ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നീ എന്നെ മറക്കണം. പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഇടനെഞ്ചിൽ ഇടിവെട്ടി വീണതുപോലെയാണ് കൃഷ്ണപ്രിയയ്ക്ക് തോന്നിയത്. ഒരു നിമിഷം കണ്ണുകളൊക്കെ നിറഞ്ഞു. അത് കാണാൻ വേദന തോന്നിയെങ്കിലും അത് ഗൗനിക്കാത്ത പോലെ അവൻ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു. ഹലോ അമ്മേ, ഞാൻ ഇന്നലെ പറഞ്ഞ കക്ഷിക്ക് ഫോൺ കൊടുക്കട്ടെ? ആർക്കാടാ? കൃഷ്ണപ്രിയയ്ക്കാണോ? ആ അതെ അമ്മേ. അതും പറഞ്ഞ് അവൻ ഫോൺ അവൾക്ക് നേരെ നീട്ടി. അപ്പോൾ അവൻ്റെ മുഖത്ത് ഗൗരവം മാത്രമായിരുന്നു. കൃഷ്ണപ്രിയയാണെങ്കിൽ ഇപ്പോൾ പൊട്ടിക്കരയുമെന്ന അവസ്ഥയിലും വിറയ്ക്കുന്ന കൈകളോടെയാണ് അവൾ ഫോൺ വാങ്ങിയത്. ഇടറിയാണ് അവൾ സംസാരിച്ചു തുടങ്ങിയത് തന്നെ. സീതമ്മയാണ് മോളെ. മനസ്സിലായി സീതാമ്മേ, പേടിയോടെ പറഞ്ഞു അവൾ. ഇന്നലെ മധു പറഞ്ഞതൊക്കെ സത്യമാണോ? അത് പിന്നെ മറുപടി എന്ത് പറയണമെന്ന് അറിയാതെ അവൾ ഉരുകി. മോൾക്ക് കുറേ വർഷങ്ങളായിട്ട് അവനെ ഇഷ്ടമാണെന്ന്. ഞാൻ അറിയാതെ. നീ എന്തിനാ പേടിക്കുന്നേ? ഞാനല്ലേ ചോദിക്കുന്നേ. എനിക്ക് സമ്മതമാണ് മോളെ. എൻ്റെ മോനെ നന്നായി സ്നേഹിക്കുന്ന ഒരു പെണ്ണ് വേണം എന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നിനക്കതിന് പറ്റുമോ മോളെ? സീതമ്മേ. വിശ്വാസം വരാതെയാണ് അവൾ വിളിച്ചത്. അപ്പോഴേക്കും മോൾ കരഞ്ഞു പോയിരുന്നു. മോളെ, നീ കരയാണോ? പെട്ടെന്ന് മാധവ് ഫോൺ വാങ്ങി. എന്താടാ കുട്ടി, എന്തിനാ കരയുന്നേ? അത് ഞാനൊന്ന് വിരട്ടി. അമ്മ കല്യാണത്തിന് സമ്മതിച്ചില്ലെന്ന് പറഞ്ഞിട്ട്. പോടാ, ആ കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുത്തേ, ഞാൻ സംസാരിക്കാം. മാധവ് ഫോൺ അവളുടെ കയ്യിൽ കൊടുത്തു. ഹലോ മോൾ, എന്തിനാ കരയുന്നത്? ആ ചെറുക്കൻ ഇങ്ങനെ ഓരോ പണി ഒപ്പിക്കും. എനിക്ക് നിന്നെ പണ്ട് മുതലേ ഇഷ്ടമല്ലേ മോളെ? എങ്കിലും ഞാൻ അർഹതയില്ലാത്ത എന്തോ ആഗ്രഹിച്ചു എന്ന് തോന്നിയിരുന്നു. അങ്ങനെയൊന്നുമില്ല. എൻ്റെ മോൻ ഏറ്റവും അനുയോജ്യമായ പെണ്ണ് തന്നെയാണ് നീ. സീതയുടെ വാക്കുകൾ അവളിലും ഒരു സമാധാനം നിറച്ചിരുന്നു. പെട്ടെന്ന് തന്നെ മാധവ് ഫോൺ വാങ്ങി സംസാരിച്ച് കട്ട് ചെയ്തു. പേടിച്ചോ? അവളുടെ കണ്ണുകളും ചുവന്നു തുടുത്ത മൂക്കും കണ്ടേ അവനും വിഷമം തോന്നി. അവളുടെ കണ്ണിൽ നിന്നും ഒഴുകിയ കണ്ണുനീർ വിരലാൽ ഒപ്പിയെടുത്തു അവൻ. അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞവൾ, താൻ വിചാരിച്ചത് പോലെ എത്ര ബാലികേറ മലയൊന്നുമല്ല ഇതെന്ന് മനസ്സിലായില്ലേ? ചിരിയോടെ അവൾ കണ്ണുനീർ തുടച്ചു. ഇനി ഞാൻ ഒരു കുരുത്തക്കേട് കാണിച്ചു തരട്ടെ? മീശയൊന്ന് പിരിച്ച് കീഴ്ചുണ്ടാൽ മീശയുടെ അറ്റം കടിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. അമ്മ സമ്മതിച്ചല്ലോ, ഏട്ടനും സമ്മതിക്കും.
ഇതുവരെ നിനക്കൊരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒതുങ്ങി നിന്നത്. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ട, പാതി ലൈസൻസായി. അതും പറഞ്ഞവൻ നേരെ അവൾക്ക് അരികിലേക്ക് നീങ്ങിയപ്പോൾ അവളുടെ ശരീരത്തിൽ ശക്തമായ വിറയൽ കടക്കുന്നത് അവൾ അറിഞ്ഞു. താൻ ഇങ്ങനെ പേടിച്ചാലോ, തൻ്റെ മുഖം കണ്ടാൽ തോന്നും ഞാൻ തന്നെ കൊല്ലാൻ പോവാണെന്ന്. തനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ തൻ്റെ ശരീരത്തിൽ തൊടില്ല. അത് താൻ പറഞ്ഞാൽ പോരെ. പെട്ടെന്ന് അവളുടെ ചുണ്ടുകളുടെ അരികിലും ശരീരത്തിലുമെല്ലാം വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞ് മാധവ് അത് കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ പരിഭ്രമം മുഖത്ത് വീഴുകയും ചെയ്യുന്നു. പെട്ടെന്ന് അവളുടെ അരികിൽ നിന്നും അവനൊന്ന് മാറിയിരുന്നു. അതിനുശേഷം അവളുടെ കൈകൾ പിടിച്ചു ചേർത്ത് പിടിച്ചു. കൈയാണെങ്കിൽ തണുത്തു മരവിച്ച അവസ്ഥയിലാണ്. അത് കണ്ടപ്പോൾ തന്നെ അവളുടെ മനസ്സിലെ ടെൻഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. താൻ ഇങ്ങനെ തൊട്ടാവാടി അയാൾ എങ്ങനെയാണ്? അത് പിന്നെ ആരെങ്കിലും വന്ന് കണ്ടാൽ? അപ്പോൾ ആരും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കുസൃതിയോടെയാണ് അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിച്ചത്. അതൊന്നും ഇപ്പം വേണ്ട. മടിച്ചു അവൾ പറഞ്ഞു. സമ്മതിച്ചു. തനിക്ക് താല്പര്യമില്ലാതെ ഞാൻ തന്നെ തൊടുക പോലും ചെയ്യില്ല. എന്നോട് ദേഷ്യം തോന്നിക്കുന്നുണ്ടല്ലേ? വേദനയോടെ അവൾ ചോദിച്ചു. എന്തിന്? ആ സബ്ജക്റ്റ് വിട് പ്രിയ. നമുക്ക് രണ്ടുപേർക്കും ആഗ്രഹം തോന്നണം. അങ്ങനെയാണ് വേണ്ടത്. എൻ്റെ നിർബന്ധത്തിൽ താൻ ഓക്കെ പറഞ്ഞാൽ അത് സിൻസിയർ ആകില്ലടോ. പിന്നെ ചേച്ചി വരില്ലേ? വരും. എന്തേ? ഒന്നുമില്ല, എനിക്ക് ചേച്ചി ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം. എന്താ മധുവേട്ട? ചേച്ചി എന്തെങ്കിലും മോശമായി സംസാരിച്ചോ? ഒന്നും സംസാരിച്ചില്ല. എനിക്ക് ചേച്ചി ഒന്ന് കാണണമെന്ന് തോന്നി, ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അല്ലാതെ പുള്ളിക്കാരി എന്നോട് മോശമായിട്ടൊരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ അവളുടെ അരികിൽ നിന്നും അവൻ മറ്റൊരു കസേരയിലേക്ക് ഇരുന്നിരുന്നു. അവളുടെ മുഖത്തേക്ക് തന്നെയായിരുന്നു അവൻ നോക്കിയത്. അവൻ്റെ ആ പ്രവൃത്തി അവളിൽ വേദന സൃഷ്ടിച്ചു എന്ന് തോന്നി. അവൻ കാണാതെ ആ മുഖത്തേക്ക് അവൾ നോക്കി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കണ്ട, എനിക്ക് തന്നോട് പിണക്കമൊന്നുമില്ല. തൻ്റെ മനസ്സറിഞ്ഞ് എന്നതുപോലെ അവൻ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവളായിരുന്നു ചമ്മിയത്. ഇതൊക്കെ നമ്മൾ രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ഉമ്മ കൊടുക്കാനൊക്കെ പറയുമ്പോൾ അതിലൊരു ഹാപ്പിനെസ് ഉണ്ടാവണം. അല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സും സിറ്റുവേഷനും ഒന്നും മനസ്സിലാക്കാതെ നമ്മുടെ സന്തോഷം മാത്രം നോക്കിയിട്ടും കാര്യമില്ലല്ലോ. എനിക്ക് തൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കും. താൻ പറഞ്ഞ ഒരു തെറ്റൊന്നും അല്ലടോ. മുഖത്തേക്ക് നോക്കി എന്ത് കാര്യമാണെങ്കിലും തനിക്ക് പറയാം. നാളെ നമ്മുടെ കല്യാണം കഴിഞ്ഞാലും തനിക്ക് അങ്ങനെ തുറന്നു പറയാം. എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ പിന്നെ അതിനെ നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ. അതും മാത്രമല്ല, എന്ത് കാര്യമാണെങ്കിലും. അവൻ്റെ കൈകളിലേക്ക് ആദ്യമായി കൃഷ്ണപ്രിയ തൻ്റെ കൈകൾ കോർത്തു. ഒരു നിമിഷം അവനും അത്ഭുതപ്പെട്ടു പോയിരുന്നു. പിന്നെ അവനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് തൻ്റെ ചുണ്ടോട് ചേർത്തു ആ കൈകൾ. ശേഷം ഒരു നേരിയ പുഞ്ചിരിയും. അവൾ വിടുന്ന പുഞ്ചിരി അവൻ്റെ ചുണ്ടിലേക്ക് പരിണമിച്ചിരുന്നു. മതി, ഇപ്പോൾ ഞാൻ ഇതേ അർഹിക്കുന്നുള്ളൂ. ചെറു ചിരിയോടെ അവനത് പറഞ്ഞപ്പോഴേക്കും പുറത്തു നിന്നും സാവിത്രിയുടെ ശബ്ദം കേട്ടിരുന്നു. സിസ്റ്ററോട് എന്തോ പറയുകയാണ്. പൊടുന്നനെ കൃഷ്ണപ്രിയ അവൻ്റെ കയ്യിൽ നിന്നും കൈവിട്ടിരുന്നു. എന്നാൽ വിടാൻ പോയ കൈ പെട്ടെന്ന് വലിച്ചവൻ തൻ്റെ ചൂണ്ടോട് ചേർത്തു. അതിനുശേഷം ഇരു കണ്ണുകളും ചിമ്മി കാണിച്ചു. പിന്നെ സാവിത്രി വരുന്നതിന് മുൻപ് അവളുടെ അരികിൽ നിന്നും അല്പം നീങ്ങി നിന്നു. പെട്ടെന്ന് അകത്തേക്ക് കയറി വന്ന സാവിത്രി മാധവനെ കണ്ട ഒരു നിമിഷം ഒന്ന് പകച്ചുപോയി. ഞാൻ വെറുതെ വന്നതാ ചേച്ചി. ഇവിടെ ഒരു ഫ്രണ്ട് കിടപ്പുണ്ട്, അവനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങോട്ടൊന്ന് വരാമെന്ന് കരുതി. അപ്പോൾ കൃഷ്ണപ്രിയ പറഞ്ഞത് ഇന്ന് ഡിസ്ചാർജ് ആണെന്ന്. പിന്നെ ചേച്ചി വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഇപ്പോൾ ഡോക്ടർ പറയും പോകുന്ന കാര്യം. എങ്ങനെ പോകും? ബസ്സിന് പോകാനാണ് കുഞ്ഞെ. ബസ്സിന് പോകാനോ? എനിക്ക് തിരക്കൊന്നുമില്ല, ഞാൻ നിങ്ങളെ വീട്ടിലേക്കാക്കാം. കുഞ്ഞിനൊരു ബുദ്ധിമുട്ടാകും. ഇപ്പോൾ തന്നെ കുഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ? അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ വന്നിരുന്നു. കൃഷ്ണപ്രിയയുടെ ആരോഗ്യസ്ഥിതിയെല്ലാം വിശദമായി തന്നെ സാവിത്രിയോട് സംസാരിച്ചപ്പോൾ ശ്രദ്ധയോടെ മാധവും അത് കേട്ടിരുന്നു. അതിനുശേഷം അവൻ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. മാധവിൻ്റെ ആ പ്രവൃത്തിയെല്ലാം സാവിത്രിയിൽ അത്ഭുതം നിറച്ചിരുന്നു. ഇതിനിടയിൽ കാവ്യ വന്നു. മാധവിനെ കണ്ടപ്പോൾ ഒരു പുഞ്ചിരി നൽകാൻ അവൾ മറന്നിരുന്നില്ല. എല്ലാ സാധനങ്ങളും കാറിനുള്ളിലേക്ക് കയറ്റിയതും കൃഷ്ണപ്രിയ കാറിനുള്ളിലേക്ക് കയറാൻ സഹായിച്ചതുമെല്ലാം മാധവ് കൂടിയായിരുന്നു. മുൻപിൽ കാറ് കൊണ്ടുവന്ന് നിന്നിട്ടും എല്ലാ സാധനങ്ങളും എടുത്തു വയ്ക്കുവാനും അവനൊപ്പം കൂടി. ഈ പ്രവൃത്തികളെല്ലാം സാവിത്രിയിൽ അമ്പരപ്പാണ് നിറച്ചത്. കുഞ്ഞെ, ഒരു ചായ കുടിച്ചിട്ട് പോയാൽ പോരെ? വീട്ടിലേക്ക് കയറിയപ്പോൾ മാധവിനോട് പറഞ്ഞു. ഇപ്പോൾ വേണ്ട അമ്മേ. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഒരു 3-4 ഫോൺ കോൾ വന്നു. ക്ലയൻസ് ഓഫീസിൽ വെയിറ്റിംഗ് ചെയ്തിരിക്കുകയാണ്. ചായ കുടിക്കാൻ വേണ്ടി ഞാൻ വരുന്നുണ്ട് ഇടയ്ക്ക്. അതും പറഞ്ഞ് കൃഷ്ണപ്രിയ ഒന്ന് നോക്കി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞാണ് മാധവ് അവിടെ നിന്നും ഇറങ്ങിയത്. പിറ്റേന്നൊരു ഉച്ചയോടെയാണ് മാധവ് കൃഷ്ണപ്രിയയുടെ വീട്ടിലേക്ക് എത്തിയത്. ആ സമയത്ത് സാവിത്രി അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് മാധവിനെ കണ്ട് മുറ്റത്ത് മുളകുണക്കുന്ന കാവ്യൊന്ന് ഞെട്ടി. മാധവ് എന്താ പതിവില്ലാതെ ഇങ്ങോട്ട്? വെറുതെ വന്നതാ? കിച്ചുവിനെ കാണാൻ വേണ്ടി വന്നതാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വരില്ല. ഇപ്പോൾ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാ.
എന്നെ കാണാനോ? അവൾക്ക് അത്ഭുതം തോന്നി. എനിക്കൊന്ന് സംസാരിക്കണം, അതിന് ഞാൻ ഈ സമയം നോക്കി വന്നത്. ഈ സമയം ഫ്രീ ആയിരിക്കുമെന്ന് കരുതി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. എന്നോട് എന്ത് സംസാരിക്കാൻ? ഏതായാലും മാധവരിക്ക് കൃഷ്ണപ്രിയ ഉറക്കമാണ്, ഞാൻ വിളിക്കാം. ഇപ്പോൾ വിളിക്കണ്ട, നമ്മൾ സംസാരിച്ച ശേഷം വിളിക്കാം. എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. ഇവിടെ നിന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല. നമുക്ക് കുറച്ച് മാറി നിൽക്കാം. അരികിലുള്ള മാവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാധവ് അത് പറഞ്ഞപ്പോൾ അവനെ അനുഗമിച്ചിരുന്നു കാവ്യ. എങ്ങനെയാ പറയുക എന്ന് എനിക്കറിയില്ല, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ വന്നപ്പോൾ ചേച്ചിയെ കണ്ടപ്പോൾ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. അന്നെന്നോട് സംസാരിക്കാൻ വേണ്ടി ഓഫീസിൽ വന്നില്ലേ, അപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊരു ചിന്ത വന്നത്. കൃഷ്ണപ്രിയയുടെ ചേച്ചിയായി ഞാൻ മനസ്സിൽ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ വലിയ പ്രായവ്യത്യാസം ഇല്ലാഞ്ഞിട്ട് പോലും ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും എൻ്റെ ചേച്ചിയായാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. മാധവ് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ചുകൂടി ഓപ്പണായിട്ട് ഞാൻ പറയാം. വിവാഹം നോക്കുന്നു എന്ന് അമ്മ പറഞ്ഞിരുന്നു, ഞാനും കേട്ടു. താല്പര്യമാണെങ്കിൽ എൻ്റെ ഏട്ടനെ ആ സ്ഥാനത്ത് കണ്ടൂടെ? ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു പോയിരുന്നു കാവ്യ. അവൻ്റെ വെളിപ്പെടുത്തലിൽ അത്ഭുതം നിറഞ്ഞ മിഴികളോടെ അവൾ നോക്കിയപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.